ഹായ്, അസ്സാം വലൈക്കും. ജുനൈദ് നബിലത്താണ്. ഞാൻ നിങ്ങളൊരു വോയിസ് കേൾപ്പിക്കാം. ഓക്കെ. ഒരു ഉമ്മ എന്നോട് കുറച്ച് ദിവസങ്ങളായിട്ട്, ഞാൻ എൻ്റെ തിരക്കുകളിലൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നൊരു ഉമ്മ വിളിക്കലും അവരുടെ ഒരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ ബോധിപ്പിച്ച് എന്നോട് പറഞ്ഞു. എനിക്കും ഒരുപാട് സങ്കടമായി. അപ്പോൾ നിങ്ങൾ ആ ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കി. ഹലോ, എന്റെ മോള് മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിപ്പോ. ഞാൻ ഓല് തെളിവെടുപ്പിനാന്ന് പറഞ്ഞ 3 ഫോണോ ഓല് കൊണ്ടുപോയിട്ട് എനിക്കൊരു കേസിനോ കൂട്ടത്തിനോ കറളിനോ ഒന്നും ആവില്ല. എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ല. കാരണം ആ ഫോണിന് ഞങ്ങൾക്ക് ആ ഫോൺ കിട്ടിയാൽ എന്റെ കുട്ടീനെ എനിക്ക് ജീവനോടെ കാണണമെങ്കിലും ജീവനോടെ കാണുന്ന തുല്യാണ് ആ ഫോൺ കിട്ടിയാൽ. ഓളെ വീഡിയോസ് ഓളെ ഫോണൊന്ന് കണ്ട് ഓളെ ഫോട്ടോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ഗഞ്ചി ഓരോ കാലത്ത് ചവിട്ടുക. എത്ര പ്രാവശ്യം ഒരു പറഞ്ഞിപ്പോ മണ്ണിട്ട് പോയിക്കുന്നു, അതിനൊന്നും യാതൊരു തുമ്പും പാലും ഇല്ല എന്ന് അവര് പറഞ്ഞു. എന്തൊരു അവസ്ഥയല്ലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. തിരൂരങ്ങാടി സ്റ്റേഷനിലെ പോലീസുകാരാണ് അത് പറഞ്ഞത്. ഞാൻ പറയാം, വിഷയത്തിലേക്ക് വരാം. ഒരു മകൾ നഷ്ടപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഒരു മകളുടെ മാതാവാണത്. ലഹരിക്ക് അടിമപ്പെട്ട് പോയൊരു ചെറുപ്പക്കാരൻ പ്രണയിച്ച് വീഴ്ത്തി, അവളെയും ലഹരിക്ക് അടിമപ്പെടുത്തി, അവളെ മരണത്തിന് വിട്ടുകൊടുത്ത് കൊല ചെയ്യപ്പെട്ട്, അവളെ കൊന്നതാണ്. അവളെ കൊന്ന ലഹരിക്ക് അടിമപ്പെടുത്തി കൊല ചെയ്യപ്പെട്ട ഒരു മകളുടെ മാതാവാണത്. ഒരു പൊന്നുമോളുടെ മാതാവാണ് ഇപ്പോൾ സംസാരിച്ചത്. വല്ലാത്ത സങ്കടം തോന്നി, എനിക്ക് സങ്കടം തോന്നി അത് കേട്ടപ്പോൾ. അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ വരുന്നുണ്ട്, അപ്പം കുറേ പെൻഡിങ്ങിലുണ്ട്. നമ്മൾ കഴിയുന്ന പോലൊക്കെ നമ്മൾ അവരെ സഹായിക്കും. അപ്പോൾ ഇവരുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ, അതായത് ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. പണ്ടാരോ പറഞ്ഞ മാതിരി പണത്തിന് മീതെ ഒരു പരുന്തും പറക്കൂല എന്ന് പറഞ്ഞ പോലെ, ഈ കൊല ചെയ്യപ്പെട്ടെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ കൊലക്ക് കാരണമായ ആ കുട്ടി മരിക്കാനിടയായ കാരണക്കാരനായ വ്യക്തി ഒരു 41 ദിവസം കൊണ്ട് ഇന്നും നാട്ടിൽ സുഖജീവിതം നയിക്കുന്നുണ്ട്. അത് നമ്മുടെ നിയമത്തിൻ്റെ കുഴപ്പമില്ല, ചില നിയമപാലകരുടെ കുഴപ്പമാണ്. ഏകദേശം 3 വർഷം മുമ്പ് മലപ്പുറം തിരൂരങ്ങാടിയിൽ ഈ ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് ചെറുപ്പം തൊട്ടേ ഇവർക്ക് വാപ്പ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാപ്പ നഷ്ടപ്പെട്ട് ഇവരെ എത്തിങ്കാനയിലൊക്കെ വളർത്തി വലുതാക്കി അടുത്തുള്ള വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടാണ് അത്ര ഈ മക്കളെ, 2-3 മക്കളുണ്ട്, ഒരു ആൺകുട്ടി 2 പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഈ മക്കളെ വളർത്തിയത്. അങ്ങനെ ഒരു അവരുടെ വിദ്യാഭ്യാസം പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മൂത്ത പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് ഉമ്മച്ചിനോട് പറഞ്ഞു, ഉമ്മച്ചി ഇനി നിങ്ങൾ പണിക്കൊന്നും പോകണ്ട, ഞാൻ നോക്കിക്കോളാം നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ, നാട്ടിൽ തന്നെയുള്ള തിരൂരങ്ങാടിയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയ മോളാണ്. അവൾക്ക് എന്താ സംഭവിച്ചത്? അടുത്തുള്ളൊരു പയ്യൻ, ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അടുത്തുള്ളൊരു പയ്യന്, അടുത്ത കടയിൽ ഒരു കൂൾബാറിൽ ജോലി ചെയ്യുന്നൊരു പയ്യന് അവളെ നിരന്തരം ശല്യപ്പെടുത്തി, പ്രണയം എന്നൊക്കെ പറഞ്ഞ് നന്നായി ഒലിപ്പിച്ച് നടന്ന് കുറേ അവൾ വീട്ടിലൊക്കെ പരാതി പറഞ്ഞിരുന്നു. പിന്നീട് അതെന്തോ പ്രണയത്തിലേക്ക് വഴിമാറിപ്പോയി. അങ്ങനെ അവർ പ്രണയിച്ച് കുറച്ച് കാലം പ്രണയിച്ച് ഒരു 5-6 മാസത്തെ പ്രണയത്തിന് ശേഷം ഈ മാതാവും ഇവരുടെ വീട്ടുകാരും കൂടെ ആ പയ്യൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണം അന്വേഷിക്കാൻ ചെന്നപ്പോൾ, കല്യാണാലോചനയായിട്ട് ചെന്നപ്പോൾ ആ പയ്യൻ്റെ ഒപ്പം പറഞ്ഞത്ര, ഞങ്ങൾ വീട്ടിൽ നിന്നും പുറത്താക്കി പിണ്ടം വെച്ച പയ്യനാണ്, നിങ്ങൾ കെട്ടിച്ചു കൊടുത്ത് മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ ആ ഉമ്മ അവരന്ന് തിരിച്ചു വന്നിട്ട് മോളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മോൾക്ക് ഒരിക്കലും അവനല്ലാതെ വേറൊരാളെ വേണ്ടെന്ന് പറയുന്നത്. അന്ന് മുതൽ ഈ ഉമ്മ ആ മോളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളുടെ മാറ്റങ്ങളും ഒരുപാട് വല്ലാത്ത മാറ്റങ്ങളാണ് അവൾക്കുണ്ടായത് അത്ര. അത് മറ്റൊന്നുമല്ല, MDMA എന്ന ഇത്രയും മാരകമായിട്ടുള്ളൊരു മയക്കുമരുന്നിന് അടിമയായിരുന്നു അത്ര അവൾ. ഈ പയ്യന് അവളെ കൊണ്ടു നടന്ന് പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് ആ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നു സഹോദരിമാരെ, ഇത് നിങ്ങളെ മക്കൾ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുഞ്ഞു മക്കൾ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രണയിച്ചോ, അതിനൊന്നും ഞാൻ എതിരോ ഞാൻ പറയാനോ ആളല്ല. ഞാനും പ്രണയിച്ചിട്ടുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ കഴിക്കേണ്ട ഒരു പലഹാരമൊന്നുമല്ല ഈ പ്രണയവും വിവാഹവും എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് പോറ്റാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവളിൽ നിന്നിങ്ങനെ അകലാൻ തുടങ്ങിയത്രേ. അപ്പോഴേക്ക് ഇവൾക്ക് വല്ലാത്ത വിഷമങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിലും ഈ ഉമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി.
അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വരികയാണ്. കോഴിക്കോട് നിന്ന് ഇവൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും ഇവനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തു. അന്ന് മുതൽ അവൾ മാനസികമായിട്ട് ആകെ തകർന്ന് അവളുടെ ഹോസ്പിറ്റലിൽ ചികിത്സയിലായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അവളുടെ തുടയുടെ ഭാഗം മാത്രം ഒഴിച്ച്, ഉമ്മയൊക്കെ കണ്ടതാണ് അത്ര നേരിട്ട്, അതായത് തുടയുടെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും അഷ്കർ അലി എന്നുള്ളൊരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാം ബ്ലേഡ് കൊണ്ടൊക്കെ വരഞ്ഞിട്ടുണ്ട്. ഈ ലഹരി കിട്ടാതിരിക്കുമ്പോൾ അവൾ വരഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ അവളുടെ പുറം ഭാഗത്തൊക്കെ, അതായത് അവൾക്ക് വരയ്ക്കാൻ കഴിയില്ലല്ലോ. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ആയിപ്പോയി, ഒരു വിചിത്രമായിട്ടൊരു കേസായി തോന്നി. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് എത്രത്തോളം വിഴുങ്ങിയിട്ടുണ്ടെന്ന് സത്യം പറയുകയാണെങ്കിൽ ഭയമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പം അങ്ങനെ 5 ദിവസം ആശുപത്രി കിടന്നിട്ട് ആ മോൾ അവിടെ നിന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കേസായി. പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പല കേസുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊലപാതകത്തിന് തന്നെ അയാൾ അറസ്റ്റ് ചെയ്തു. 41 ദിവസം ജയിലിൽ കിടന്നു. ഈ 41 ദിവസത്തിന് ശേഷം അതിനിടയിൽ ഈ പോലീസുകാർ വീട്ടിൽ വന്ന് തെളിവെടുപ്പിനാണെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്നും അവരുടെ 3 ആളുകളുടെ ഫോണും ഈ കുട്ടിയുടെ ഫോണും 3 ഫോണുകൾ മേടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ഇവർ കേസെന്ന് പറഞ്ഞിട്ട് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇവരിങ്ങനെ പോകുമ്പോൾ അവരെ എപ്പോഴും ഇവരെ അവഗണിക്കുകയാണ് അത്ര ചെയ്യുന്നത്. അതങ്ങനെയാണ് പണ്ടും എന്നും അന്നും ഇന്നൊക്കെ അങ്ങനെ തന്നെയാണത്. പണമുള്ളവനെ അവർ ചേറിട്ട് കൊടുക്കും, പണം ഇല്ലാത്തവർക്ക് ആട്ടും തുപ്പുമായിരിക്കും. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം, ഈ ഉമ്മയോട് അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞത്രേ, അതൊക്കെ മണ്ണിട്ട് മൂടി പോയില്ലേ, ഇനി എന്തിനാ അതൊക്കെ ചകഞ്ഞു വരുന്നതെന്ന്. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെ സാറിനോട് സ്നേഹപൂർവ്വം പറയാണ്, അത് എത്ര മണ്ണിട്ട് മൂടിയാലും മുളക്കേണ്ടത് മുളച്ചെന്നെ വരും. അത് ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ട്, പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. അപ്പം ഇനി ആ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതുപോലെ അവരുടെ അനിയത്തി, ഈ മരിച്ച പെൺകുട്ടിയുടെ അനിയത്തി എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് അല്ല, അവർ കോൾ ചെയ്തിരുന്നു, അതുപോലെ വോയിസ് അയച്ചിരുന്നു. അതും ഞാൻ കേൾപ്പിച്ചു തരാം. അത് സ്റ്റേഷനിൽ പോയി ചോദിക്കുമ്പോൾ ഇതാണ് പറയണത്, അതൊക്കെ ഇപ്പൊ മണ്ണിട്ട് പോയി, ഇപ്പൊ ഇവിടുത്തെ സാറുമാരും മാറിയിരിക്കണേ, ആ വിഷയം വിട്ടാളി എന്നാണ് ഓല് പറയണത്. ഞങ്ങൾക്ക് ഇപ്പൊ ആ ഫോണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഒരു ഫോണ് പുതിയതാണ്, വേറെ 2 പഴയതാണ്. ഒരു ഫോൺ ഇപ്പൊ അടുത്ത് ഓള് മരിക്കണേന്റെ ഒരാഴ്ച മുമ്പായിട്ട് വാങ്ങിയ ഫോണാണ്. അതൊന്നും ഇപ്പൊ നിലവിൽ വലയത്തില്ല എന്നാ പറയണത്. ഓല് പറയണത് സൈബർ സെല്ലിലേക്ക് വിട്ടേക്കണേ. പക്ഷെ കേസായിട്ട് ഒന്നും ആയതുമില്ല. ഓൻ 41 ദിവസം കിടന്ന് ഓനെ കേട്ട് ഇറങ്ങിപ്പോന്ന്. പക്ഷെ ഫോണ് ഓല് വീട്ടിൽ വന്നാണ് കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങള് ചോദിച്ചിരുന്നു ഫോണ് തിരിച്ചു തരൂലേന്ന്. അന്ന് ആന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിനെ കുറിച്ചൊരു ഇതുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്, എന്നെ കൊണ്ട് എന്താണ് വേണ്ടതെന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മരിച്ചത് ഏതായാലും മോനെ തിരിച്ചു വരില്ല. പക്ഷെ ആ കൊലയാളി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വിലസി നടക്കുന്നുണ്ട്. അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനുള്ള ഒരു ആവത് ഞങ്ങൾക്കില്ല. അതുപോലെ ആ ഫോണൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അനിയത്തിക്കുട്ടി അതന്നെ പറയുന്നത്, ആ ഫോണൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അവളുടെ ഒരുപാട് ഫോട്ടോകളും അവരുടെ വീഡിയോകളും അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ അതിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുഞ്ഞു മക്കളോട് എനിക്ക് പറയാനുള്ളത്, കാഴ്ച എത്ര മനോഹരമാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ആ ജനവാതിൽ അങ്ങ് അടക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാം. എൻ്റെ മാതാപിതാക്കളോട് നിങ്ങളെ മക്കളെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിപ്പിക്കണം. ഇനിയൊരു കുഞ്ഞു മോളും ഈ ഒരു അവസ്ഥയിൽ എത്താതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ആ ഉമ്മാനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ ഒരാകാശം കരയുന്നുണ്ടെങ്കിലും നിങ്ങൾ ചിരിക്കുക തന്നെ ചെയ്യും. മരിച്ചവരെ ഏതായാലും നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല. പക്ഷേ എന്നാൽ കഴിയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് ഞാൻ ചെയ്തു തരും. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ഫിലോസഫി പറഞ്ഞാലും പണത്തിന് പണം തന്നെ വേണം. പക്ഷെ മനുഷ്യത്വം, സ്നേഹം, കരുണ, ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് എത്തുന്നതും ഈ പണത്തിൻ്റെ പവറാണ്. അപ്പോൾ പണം ഇല്ലാത്തവന് ഒരു നീതിയും പണമുള്ളവനൊരു നീതിയും അങ്ങനെ തൽക്കാലം വേണ്ട. അങ്ങനെ ഇവർ പറഞ്ഞത് സത്യമാണെങ്കിൽ, ആ പോലീസുകാർ അവരോട് എങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാറന്മാർ ഉത്തരം പറയുക തന്നെ ചെയ്യും, പറയിപ്പിക്കുക തന്നെ ചെയ്യും. അത് ഏതറ്റം വരെ പോയാലും ശരി. എന്നെ ആരും കേട്ടിരുന്നില്ല, കേൾക്കേണ്ട സമയത്ത് എന്നെ ആരും കേട്ടിരുന്നില്ല. അതുകൊണ്ട് കേൾക്കാൻ ആളില്ലാതാകുമ്പോൾ ഒരു മനുഷ്യൻ എന്തായിത്തീരുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പലരുടെ വിഷമങ്ങളും കേൾക്കുന്നത്. ഗുഡ് നൈറ്റ്.